ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുഭ്യം നമ. എല്ലാവർക്കും നമസ്കാരം. രാമായണം നമ്മൾ അയോധ്യകാന്ഡം പൂർത്തിയാക്കി ആരണ്യകാന്ഡത്തിലേക്ക് കയറുകയും ഇന്ന് രാമായണ പാരായണം ജടായു സംഗമവും ക്രിയാമാർഗോപദേശവുമാകുന്ന ഭാഗത്തേക്കൊക്കെ കടക്കുകയാണ്. എനിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം എവിടെയുണ്ടെന്ന് വാൽമീകി മഹർഷിയോട് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന വാൽമീകിയുടെ എല്ലാ ബഹുമാന പൂജകളും സ്വീകരിച്ചതിന് ശേഷം എനിക്ക് താമസിക്കാൻ കൊള്ളാവുന്ന സ്ഥലമൊന്ന് പറഞ്ഞു തരാമോ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ, എല്ലാ ലോകങ്ങളും തന്നിൽ വസിക്കുന്നു, സർവ്വലോകങ്ങളിലും അങ്ങും വസിക്കുന്നു. അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ലോകങ്ങളിലെ എല്ലാ സ്ഥലവും അങ്ങയ്ക്കൊരുപോലെയാണ്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചോദ്യത്തിന് വേദാന്ത തലത്തിലാണ് വാൽമീകി മഹർഷി മറുപടി നൽകിയത്. സർവ്വവ്യാപിയായ മഹാവിഷ്ണു തന്നെയാണ് രാമനായി അവതരിച്ച് തൻ്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് പൂർണ്ണബോധ്യത്തോടെയാണ് മഹർഷി ഭഗവാനോട് സംസാരിച്ചത്. മഹർഷിയുടെ മറുപടി വീണ്ടും തുടർന്നു. സീതയോടൊപ്പം സന്തോഷത്തോടെ താമസിക്കുവാനുള്ള ഇടം ഞാൻ അങ്ങയ്ക്ക് മാത്രം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പറയട്ടെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി എല്ലാറ്റിനെയും ഒരേപോലെ വീക്ഷിക്കുന്ന, ആരിലും ദോഷത്തെ ആരോപിക്കാത്ത, ശാന്തരായി അങ്ങയെ മാത്രം ഭജിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലല്ലേ ഭഗവാനെ അങ്ങയ്ക്ക് സുഖമായി വസിക്കാനുള്ള സ്ഥലം? നിത്യവും അധർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഭഗവാനാണ് നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് ധർമ്മത്തെ ചെയ്യിപ്പിക്കുന്നതെന്ന വിചാരത്തോടെ പ്രവർത്തിക്കുന്നവർ, ഭക്തിയോടെ അങ്ങയെ പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയകമലത്തിൽ അങ്ങയ്ക്ക് സസുഖം ഇന്നും അങ്ങ് വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഭഗവാനെ? എപ്പോഴും അങ്ങയെ ശരണം പ്രാപിച്ച് അങ്ങല്ലാതെ മറ്റൊന്നും തന്നെ ഈ ലോകത്തിൽ വലുതായിട്ടില്ല എന്ന് ദൃഢമായി വിശ്വസിച്ച് അസൂയയും അത്യാഗ്രഹവും ഇല്ലാതെ രാമനാമം ജപിക്കുന്നവരുടെ മനസ്സിൽ തന്നെയാണ് അങ്ങയുടെ സുഖവാസഗ്രഹം. ശാന്തരായി അഹങ്കാരലേശമില്ലാതെ രാഗദ്വേഷത്തെ ഇല്ലാതെ കല്ലും സ്വർണവും അതിൻ്റെ ഉപയോഗ സാധ്യതയ്ക്കനുസരിച്ച് സമമായി കാണുന്ന അങ്ങയുടെ ഭക്തന്മാരുണ്ട് ഈ ലോകത്തിൽ. അവരുടെ മനസ്സ് തന്നെയാണ് അങ്ങയ്ക്ക് സുഖമായി താമസിക്കാനുള്ള ഭവനം. എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ സമർപ്പിച്ച് അങ്ങയിൽ തന്നെ മനസ്സിനെ സന്നിവേശിപ്പിച്ച് സന്തോഷത്തോടെ കഴിയുന്ന ഭക്ത മനസ്സ് അങ്ങയ്ക്ക് സുഖമാകും. ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ സന്തോഷവും കിട്ടാതിരിക്കുമ്പോൾ ദുഃഖവും ഇല്ലാത്ത, മായയുടെ ആവരണങ്ങളിൽ പെടാത്ത, എല്ലാം അങ്ങയുടെ ലീലാവിലാസങ്ങളാണെന്നറിയുന്ന ദിവ്യമായ മനസ്സുള്ളവരുടെ ഹൃദയത്തിൽ അങ്ങയ്ക്ക് സുഖം. ജനനവും ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും മരണവും, ഈ 6 ഭാവങ്ങൾ മനുഷ്യ ശരീരത്തിന് മാത്രമേ ഉള്ളൂവെന്ന് വിശ്വസിക്കുക. വിശപ്പും ദാഹവും കൊണ്ടുള്ള ഭയവും സുഖദുഃഖങ്ങളും മനുഷ്യ ശരീരത്തിന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും ആത്മാവിനെ ബാധിക്കുകയില്ലെന്ന് അറിയുന്നവരുടെ മനസ്സിൽ അങ്ങയ്ക്ക് സുഖം. സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയെ ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളിലും ദർശിക്കുന്ന ഭക്തന്മാരുടെ മാനസത്തിൽ അങ്ങയ്ക്ക് സന്തോഷപൂർവ്വം സീതാദേവിയോടുകൂടി താമസിക്കാവുന്നതാണ്. നിത്യവും യോഗ സാധനകൾ ചെയ്ത് മനസ്സിനെ ഏകാഗ്രത സമ്പാദിച്ചവരുടെ ഉള്ളിൽ അങ്ങ് സീതയോടൊപ്പം ആനന്ദമായി വസിച്ചാൽ. ഇത്രയും പറഞ്ഞ് നമസ്കരിച്ചു. ഈ രാമായണത്തിനൊരു പ്രത്യേകതയുണ്ട്. കാരണം രാമായണം എഴുതിയ ധന്യാത്മാവ് രാമായണത്തിലെ കഥാപാത്രമാണ്. ആ വാൽമീകിയെപ്പറ്റി നമുക്കൊന്ന് പുനർചിന്തനം നടത്താം. മഹാപ്രഭു രാമേന്ദ്രസ്വാമി, ഞാൻ എൻ്റെ കഥ അങ്ങയോടൊന്ന് പറയട്ടെ. അങ്ങയുടെ നാമമാഹാത്മ്യത്തെപ്പറ്റി വർണ്ണിക്കുവാൻ ആർക്കും സാധ്യമല്ല. രാമനാമ ജപത്തിലാണ് ഞാൻ ഇന്നൊരു മഹർഷിയായി ഭവിക്കാൻ ഇടവന്നത്. ബ്രാഹ്മണ വർണ്ണത്തിൽ ജനിച്ചുവെങ്കിലും കിരാതകർമ്മമാണ് ഞാൻ ചെറുപ്പത്തിൽ ശീലിച്ചത്. മര്യാദയില്ലാതെ പല അധർമ്മങ്ങളും യൗവനകാലത്ത് ചെയ്തു. നീചകർമ്മങ്ങളിൽ താല്പര്യം വന്നു. ആ താല്പര്യപ്രകാരം ശൂദ്രസമാന യുവതിയുമായി ബന്ധം പ്രാപിച്ചു. കുട്ടികളും ഉണ്ടായി. കള്ളന്മാരോട് ഒത്തുചേർന്ന് ലജ്ജയില്ലാതെ നിത്യവും വില്ലും അമ്പും ധരിച്ച് എത്രയോ ജന്തുക്കളെ ഞാൻ ചതിച്ചു കൊന്നു. എത്രയോ ബ്രാഹ്മണരുടെ വസ്തുക്കൾ ഞാൻ പിടിച്ചു പറിച്ചു.
ഒരു ദിവസം മുനീന്ദ്രവനത്തിൽ വെച്ച് സൂര്യ തേജസ്വിയായ സപ്തർഷികളെ കണ്ടപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ബലാത്കാരമായി അഴിച്ചെടുക്കുവാൻ ചെന്നു. അവരെന്നെ തടഞ്ഞു നിർത്തി ചോദിച്ചു, എന്താണ് ഇങ്ങനെ കാട്ടുന്നത്? അപ്പോൾ വാൽമീകിയായി ഞാൻ പറഞ്ഞു, എനിക്ക് ഭാര്യയും മക്കളുമുണ്ട്. അവരുടെ വിശപ്പും ദാഹവും തീർക്കണം. അതിനുവേണ്ടി വഴിപോക്കരുടെ പക്കൽ നിന്നും തട്ടിപ്പറിക്കും. ഇതാണ് എൻ്റെ തൊഴിൽ. അതുകൊണ്ട് നിങ്ങളുടെ പക്കലുള്ളത് തട്ടിപ്പറിക്കുവാനാണ് ഞാൻ വന്നത്. അവർ പുഞ്ചിരിച്ചു, എന്നെ ഉപദേശിച്ചു. ഞങ്ങൾ പറയുന്നത് പോലെ താൻ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ചെന്നിട്ട് തൻ്റെ കുടുംബാംഗങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം നിങ്ങളെല്ലാവരും കൂടി പങ്കിട്ടെടുക്കുകയില്ലേ എന്ന് ചോദിച്ചു കൊള്ളുക. അവരെന്തു പറയുന്നോ അതിവിടെ ഒന്ന് പറയുക. അതുവരെ ഞങ്ങളിവിടെ കാത്തിരിക്കാം. രത്നാകരനായി ഞാൻ വീട്ടിൽ ചെന്ന് അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളെ സംരക്ഷിക്കുവാനായി ഞാൻ പല ദുഷ്കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന പാപഫലത്തിൻ്റെ അംശം നിങ്ങളും കൂടെ പങ്കിട്ടെടുക്കുമല്ലോ. അല്ലാതെ മുഴുവൻ പാപഫലവും ഞാൻ തനിച്ച് അനുഭവിക്കേണ്ടി വരുമോ? ഈ ചോദ്യം കേട്ടപ്പോൾ ഭാര്യയും മക്കളും കളിയാക്കിക്കൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിത്യവും അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അത് ചെയ്യുന്നയാൾ തന്നെയാണ് അനുഭവിക്കേണ്ടത്, മറ്റുള്ളവരല്ല. അവനവൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. അവർ വീണ്ടും പറഞ്ഞു. അത് കേട്ടപ്പോൾ ജീവിതത്തോട് തന്നെ വിരക്തി തോന്നി. മഹർഷിമാരുടെ അടുത്ത് ചെന്ന് കാക്കൽ വീണു. ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് കരഞ്ഞു. ഞാൻ എൻ്റെ വില്ലും അമ്പും ദൂരെ വലിച്ചെറിഞ്ഞു. നരകത്തിൽ പോകുന്നതിൽ നിന്ന് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. അവർ എന്നെ തൊട്ടു തലോടി സ്വാന്തനിപ്പിച്ചു. ഞാനെന്ന രത്നാകരനെ എന്നിൽ നിന്നും അവർ മാറ്റി. സപ്തർഷികൾ എന്നെ എഴുന്നേൽപ്പിച്ചു, മംഗളം ആശംസിച്ചു. അല്പനേരം സത്സംഗികളായിട്ടുള്ള അവരുമായിട്ടുള്ള സംസർഗം കൊണ്ട് മനഃശുദ്ധി വന്നിരിക്കുന്നു എന്ന് മഹർഷിമാർക്ക് ബോധ്യമായി. അവരെ ശരണം പ്രാപിച്ച് എനിക്ക് ഉപദേശം നൽകാൻ തയ്യാറായി. ദുഷ്ടകർമ്മങ്ങൾ ചെയ്തവനാണെങ്കിലും മഹാത്മാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് കാൽക്ക വീണ് നമസ്കരിച്ച തന്നെ മോക്ഷമാർഗം ഉപദേശിച്ച് രക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയാണെന്ന് സപ്തർഷികൾ എന്നോട് പറഞ്ഞു. അവർ മനസ്കർ. അങ്ങയുടെ രാമനാമത്തെ വ്യത്യസ്ത വർണ്ണത്തിലൂടെ, അതായത് മര എന്ന വിധത്തിൽ എന്നോട് നിത്യേന ഉപയോഗിക്കാൻ ഉപദേശിച്ച് അപ്രത്യക്ഷരായി. കാലങ്ങൾ ഞാൻ രാമ എന്ന നാമം ചൊല്ലി തന്നെ വനത്തിലിരുന്നു. പുറ്റുകൾ വന്ന് എൻ്റെ ശരീരം മുഴുവൻ മൂടി. ആ സമയത്ത് സൂര്യ തേജസ്വികളായ സപ്തർഷികൾ വന്ന് പുറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിർദ്ദേശിച്ചു. പുറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് എന്നെ നോക്കി അവർ വാത്മീകി എന്ന് വിളിച്ചു. നിങ്ങൾ ബ്രഹ്മജ്ഞാനിയായി തീരുക എന്ന് ആശംസിച്ചു. അന്നു മുതൽ മഹർഷിയായി. രാമനാമത്തിൻ്റെ മഹത്വം ദുരാചാര്യായി എന്നെ മഹർഷിയാക്കി. മാത്രമല്ല, സീതാലക്ഷ്മണ സമേതനായി അങ്ങയെ മുന്നിൽ കാണുവാൻ സാധിപ്പിച്ചു. രാമനാമത്തിൻ്റെ മഹത്വം കൊണ്ട് ഞാൻ ജീവൻ മുക്തനായിരിക്കുന്നു ഭഗവാനെ. മര എന്ന നാമം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ രാമ രാമ എന്നായി മാറി. വാൽമീകി മഹർഷിയുടെ ഈ സ്വന്തം കാര്യത്തിൽ നിന്ന് രാമനാമ ജപത്തിൻ്റെ അഭൗമമായ ശക്തിവിശേഷം മനസ്സിലാക്കിക്കൊണ്ട് നിത്യവും സായം സന്ധ്യയിൽ കുട്ടികളും യുവാക്കളും വൃദ്ധജനങ്ങളും എന്നു വേണ്ട ലിംഗവ്യത്യാസമില്ലാതെ കുടുംബം ഒന്നിച്ച് രാമനാമം ചൊല്ലിയാൽ സംസാര ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവിടെ മനസ്സിലാക്കി തന്നു. സീതയോടൊപ്പം താമസിക്കാനുള്ള ഒരു നല്ല സ്ഥലം കാണിച്ചു തരാമെന്ന് വാൽമീകി മഹർഷി ശ്രീരാമനോട് പറഞ്ഞു. ചിത്രകൂട പർവ്വതത്തിൻ്റെയും ഗംഗയുടെയും മധ്യത്തിൽ തെക്ക് വടക്കായും കിഴക്ക് പടിഞ്ഞാറായും രണ്ട് മനോഹര ശാലകൾ നിർമ്മിച്ച് മഹർഷി ശ്രീരാമനോട് അവിടെ താമസിക്കുവാൻ അഭിപ്രായപ്പെട്ടു. കാമദേവ സദസ്സനായ രാമൻ സീതയോടും ലക്ഷ്മണനോടുകൂടി ആ പർണശാലയിൽ താമസം തുടങ്ങി. വാൽമീകിയാൽ നിത്യവും പൂജിക്കപ്പെട്ടവനായി ആനന്ദത്തോടുകൂടി ദേവേന്ദ്രൻ സ്വർഗത്തിൽ വസിക്കുന്നത് പോലെ ചിത്രകൂടത്തിലെ പർണശാലയിൽ ഭഗവാൻ താമസിച്ചു. അരണ്യകാണ്ഡത്തിലേക്ക് കടന്ന ഭഗവാൻ പത്നി സഹോദര സമന്വിതം വന്നു എന്ന വാർത്ത കേട്ട് മുനിസമൂഹം സൂര്യവംശജാതനായ മഹാവിഷ്ണുവിനെ ദർശിക്കുവാൻ വന്നു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും മുനിമാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അങ്ങയുടെ തത്വം എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ അപേക്ഷപ്രകാരം ഭൂമിദേവിയുടെ സങ്കടം തീർക്കാൻ
ആദിശേഷനായ ലക്ഷ്മണനും ലക്ഷ്മീദേവിയായ സീതയോടും കൂടി മഹാവിഷ്ണുവായ അങ്ങ് ശംഖചക്രങ്ങളായ വ്രതയക്തന്മാരോടുകൂടി അവതരിച്ചു. രാജ്യാഭിഷേകം മുടങ്ങിയ കാര്യങ്ങളും കാരണങ്ങളും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ സങ്കടം ദൂരീകരിക്കുവാനാണ് ഈ സംഭവങ്ങളെല്ലാം. ഞങ്ങൾ താമസിക്കുന്ന ആശ്രമസ്ഥലം അങ്ങ് പത്നിയോടും സഹോദരനോടും കൂടി വന്നു കാണുവാനുള്ള കാരുണ്യം ഞങ്ങൾ അങ്ങേ ആദരിക്കുന്നു. അങ്ങനെ ഓരോ മഹർഷിമാരുടെയും പർണശാലകളിലേക്ക് ഭഗവാനെ അവർ കൂട്ടിച്ചുകൊണ്ടുപോയി. പോകുന്ന വഴിയിൽ മനുഷ്യൻ്റെ തലയോടുകളും എല്ലുകളും കുന്നുപോലെ കൂട്ടിയിരിക്കുന്നത് കണ്ടു. മുനിമാരോട് അന്വേഷിച്ചു. ശ്രേഷ്ഠന്മാരായ മുനിമാരെ ദുഷ്ടരായ രാക്ഷസന്മാർ കൊന്നു ഭക്ഷിച്ച് അവശേഷിച്ച തലയോടും എല്ലുകളുമാണ് കുന്നുപോലെ കൂട്ടിക്കിടക്കുന്നതെന്ന് ഭഗവാൻ അറിഞ്ഞു. അദ്ദേഹം ഈ ദുഷ്ടരാക്ഷസകുലത്തെ നിശേഷം വധിച്ച് സമാധാനമുണ്ടാക്കി കൊടുക്കുവാൻ പ്രതിജ്ഞ എടുത്തതിന് ശേഷം സുതീഷ്ണ ആശ്രമത്തിലേക്ക് ചെന്നു. 13 വർഷത്തോളം മുനിമണ്ഡലത്തിലെ വിവിധ ആശ്രമങ്ങളിൽ താമസിച്ചു. ശ്രീരാമനും സംഘവും സുതീഷ്ണാശ്രമത്തിൽ പ്രവേശിച്ചു. നയനാനന്ദകരമായ ആശ്രമം ശ്രീരാമനെ വളരെയധികം ആകർഷിച്ചു. പ്രധാനപ്പെട്ട താപസന്മാരുടെ സമൂഹത്താലും പലതരം വൃക്ഷങ്ങളാലും ലതാസമൂഹങ്ങളാലും അനേകം പക്ഷിമൃഗാദികളാലും സമ്പന്നമായ വനസ്ഥലിയിൽ രാമ സീത ലക്ഷ്മണന്മാർ എത്തിച്ചേർന്ന് വിവരം അറിഞ്ഞപ്പോൾ അഗസ്ത്യ മഹർഷിയുടെ ഉത്തമ ശിഷ്യനായ സുതീഷ്ണ മഹർഷി മൂവരെയും തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഉചിതമായി സൽക്കരിച്ച് നിറഞ്ഞ കണ്ണുകളോടെ ഭഗവാനെ സ്തുതിച്ചു. എൻ്റെ ഗുരുവായ അഗസ്ത്യ മഹർഷിയുടെ ഉപദേശപ്രകാരം നിത്യവും അങ്ങയുടെ നാമമന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഞാനിരിക്കുന്നു. മഹാമായയാകുന്ന ജീവിത സമുദ്രത്തെ കടക്കുവാനുള്ള തോണി, ബ്രഹ്മാവും പരമശിവനും വന്ദിക്കുന്ന അങ്ങയുടെ പാദപത്മങ്ങൾ, ആദി അന്തമില്ലാത്ത പരമാത്മാവായ അങ്ങയുടെ തത്വം, അങ്ങയുടെ ഭക്തദാസന്മാരുടെ ദാസനായി സേവനം ചെയ്യുവാൻ അടിയൻ അറിവും ബോധ്യവും നൽകണം. അങ്ങയുടെ പാദപത്മം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. പുത്രനെന്നും ഭാര്യയെന്നും ധനമെന്നുമുള്ള ചിന്ത ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യമായ മോക്ഷത്തിനെ തടസ്സപ്പെടുത്തുന്നു. ജീവിതത്തെ വ്യർത്ഥമാക്കിക്കരുതേ, എന്നെ രക്ഷിക്കണേ. മലമൂത്ര മാംസ വിസർജ്യങ്ങളടങ്ങിയ ശരീരത്തോടുള്ള മോഹബന്ധത്തെ വിച്ഛേദിപ്പിക്കണമേ. എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ എപ്പോഴും വസിക്കുന്ന അങ്ങ് എൻ്റെ ഉള്ളിൽ എനിക്കെന്നും കാട്ടിത്തരയണമേ. അങ്ങയുടെ നാമത്തെ ജപിക്കാൻ താല്പര്യമില്ലാത്ത ജനങ്ങളെ അങ്ങയുടെ മഹാമായ ബാധിക്കുന്നു. സേവനത്തിനനുസൃതമായ ഫലത്തെ ആഗ്രഹിച്ചത് എന്തും നൽകുന്ന കൽപ്പവൃക്ഷമായ അങ്ങ് നാമം ജപിക്കുന്നവരെ എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈ പാദങ്ങൾ എൻ്റെ മനസ്സിൽ നിന്നും പിരിയാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു, നമസ്കരിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ചു. പിറ്റേ ദിവസം അഗസ്ത്യ മഹർഷിയുടെ അനുജൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നപ്പോൾ സുതീഷ്ണൻ അഗസ്ത്യാശ്രമത്തെ ലക്ഷ്യമാക്കി നടന്നു. ഫലവൃക്ഷങ്ങളും മനോഹര പുഷ്പങ്ങൾ നിറഞ്ഞ പൂമരങ്ങളും വള്ളികളും പരത്തിലെടുത്തുള്ള മൃഗക്കൂട്ടങ്ങളും പക്ഷികളും അവയുടെ ശബ്ദങ്ങളും ജന്മനാ ശത്രുക്കളായ ജന്തുക്കൾ രമ്യതയോടെ പെരുമാറുന്ന കാഴ്ചകളും കണ്ട് സ്വർഗത്തിലെ നന്ദനവനത്തിന് സമാനമായ വനത്തിൽ മുനി കുമാരന്മാരുടെ വേദഘോഷങ്ങൾ കേട്ട് ബ്രഹ്മർഷിമാരായ മുനിമാർ സന്ദർശത്തോടെ വസിക്കുന്നത് കണ്ട് അവരുടെ അസംഖ്യം ആശ്രമങ്ങളും പണ്ഡിതശ്രേഷ്ഠന്മാരുടെ സമൂഹവും അത്ഭുതത്തോടെ ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ട് അഗസ്ത്യാശ്രമത്തിനടുത്തെത്തി. തൻ്റെ പത്നിയും അനുജനും മഹർഷിയെ കാണാനുള്ള അവസരവും കാത്ത് അല്പദൂരത്തുണ്ടെന്ന കാര്യം മഹർഷിയോട് സുതീഷ്ണൻ പറഞ്ഞു. അഗസ്ത്യാശ്രമത്തിൽ ശ്രീരാമാദികൾ മഹർഷിയുടെ ദർശനത്തിനായി അരികത്തുണ്ടെന്ന് വിനയപൂർവം അറിയിച്ചതറിഞ്ഞ മഹർഷി വേഗം എഴുന്നേറ്റ് ഭഗവാനെ വന്ന് നമസ്കരിച്ച് കൂട്ടിക്കൊണ്ടുപോയി സന്തോഷത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ച് പറഞ്ഞു. മുമ്പ് ബ്രഹ്മാവിനോടും ദേവന്മാരോടും പാൽക്കടൽ വെച്ച് രാവണനെ വധിച്ച് ഭൂമിദേവിയുടെ ഭാരം ഇല്ലാതാക്കാമെന്ന് പറഞ്ഞത് അനുസരിച്ച് ഇവിടെ വളരെ കാലമായി ഞാൻ അങ്ങ് വരുന്നതും കാത്തിരിക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ആനന്ദമയനായി ഏകനായി ഒരു സംശയവും ഉപാധിയില്ലാത്തവനായി ലോകസൃഷ്ടിക്ക് കാരണനായ അങ്ങ്
സൃഷ്ടിക്ക് മായയെന്നും പ്രകൃതിയെന്നും മഹാമായയെന്നും അങ്ങയുടെ ശക്തിയെ തന്നെ അങ്ങ് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ച് അതിനെ ആശ്രയമാക്കി ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവ്യാകൃതമായ മൂലപ്രകൃതിയും അതിനെ ജീവിക്കുന്ന മായ അതീതനായി പ്രപഞ്ചഗതിയും വിദ്വാൻമാർ വിളിക്കുന്ന അവിദ്യയും എല്ലാം അങ്ങയുടെ മഹാമായാണെന്നറിഞ്ഞ് അങ്ങയുടെ പ്രേരണയാൽ മായയിൽ നിന്നുണ്ടായതാണ് മഹത്തത്വം. ആ മഹത്തത്വമാണ് ജീവാത്മാവ്. അങ്ങയുടെ നിർദ്ദേശപ്രകാരം ജീവാത്മാവിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് ലൗകിക ജീവിതവും ഉണ്ടായി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളായിട്ട് ശബ്ദവും സ്പർശവും രസവും രൂപവും ഗന്ധവും താമസഗുണത്തിൽ നിന്ന് ആവിർഭവിച്ചു. രാജസഗുണത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, തേജോദേവതകൾ, സ്വാത്വിക ഗുണത്തിൽ നിന്ന് മനസ്സുമുണ്ടായി. സർവവ്യാപിയായ അങ്ങയുടെ വിരാട് രൂപത്തിൽ നിന്നാണ് ഇവയെല്ലാം ഉണ്ടായത്. ഈ പ്രപഞ്ചത്തിലെ ദേവ, മാനുഷ്യ, ജന്തു സമൂഹങ്ങളും എല്ലാ പദാർത്ഥങ്ങളും ത്രിഗുണത്തെ ആശ്രയിച്ച് ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും മഹേശ്വരനെന്നും അങ്ങയിൽ തന്നെ 3ആയി ഭവിച്ചു. ലോകത്തെ സൃഷ്ടിക്കുവാനായി രജോ ഗുണത്തോടെ അങ്ങയുടെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവും, ലോകത്തെ സംരക്ഷിക്കുവാനായി സത്വഗുണത്തിൽ നിന്ന് വിഷ്ണുവും, തെറ്റ് സംഹാരത്തിനായി തമോ ഗുണത്തിൽ നിന്ന് പരമശിവനും, എല്ലാ തരത്തിലുള്ള ചേഷ്ടകളും സുഷാംശമായ ജഗത്ത്, സ്വപ്നം, സുഷുപ്തി എന്ന അവസ്ഥാത്രയങ്ങളും, ഈ ജാഗ്രത സമയത്ത് ജഗത്തും സ്വപ്ന സമയത്ത് മനസ്സും സുഷുപ്തിയിൽ ബുദ്ധിയും, ഇതിലെല്ലാം അങ്ങയുടെ സാന്നിധ്യവും മായാവൈഭവത്താൽ അനുഭവപ്പെട്ട് ആ മഹാമായ അവിദ്യയെന്നും വിദ്യയെന്നും രണ്ടായിത്തീർന്ന് ഒന്ന് മോക്ഷമാർഗത്തിലും ഒന്ന് കർമ്മമാർഗത്തിലും സ്വീകരിച്ചു. ആധ്യാത്മവിദ്യ അഭ്യസിക്കുന്നവരുടെ വിദ്യാത്മകന്മാരെന്നും അജ്ഞാനികളെ ലൗകികരെന്നും മായ സംബോധന ചെയ്ത് മറ്റുള്ളവർക്ക് 100,000 ജന്മങ്ങൾ പിന്നിട്ടാലും ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകുകയില്ലാത്തടത്ത് വിദ്യയുള്ളവർക്ക് ഒറ്റ ജന്മത്തിൽ ഇതെല്ലാം സാധിക്കുമെന്നും അഗസ്ത്യ മഹർഷി രാമചന്ദ്രസ്വാമിയെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു. ഗഹനമായ ഉപനിഷത്ത് തത്വങ്ങളടങ്ങിയ ഈ സ്തുതിപ്പ് കേട്ട് രാമൻ സന്തോഷിച്ചു. അപ്പോൾ അഗസ്ത്യൻ വീണ്ടും ഭഗവാനോട് അപേക്ഷിച്ചു, അങ്ങയോട് ഭക്തിയുള്ളവരിൽ ജീവൻ മുക്തരായവർ പൂർണ്ണഭക്തിയുള്ളവർക്കേ ജീവൻ മുക്തരാവാൻ സാധിക്കുകയുള്ളൂ എന്നും ശ്രീരാമനോട് ഭക്തി പ്രകടിപ്പിക്കാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം കിട്ടുകയില്ലെന്നും ഭഗവാന്റെ മഹത്വത്തെപ്പറ്റി മഹർഷി ചുരുക്കമായി അറിഞ്ഞത് പറഞ്ഞു. മോക്ഷത്തിനുള്ള വഴി സജ്ജന സംസർഗം തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറയുന്ന കാര്യം മഹർഷി അനുസ്മരിച്ചു. ആരാണ് സജ്ജനങ്ങൾ? സമചിത്തതയുള്ളവരാണ് സജ്ജനങ്ങൾ. അവരുടെ പ്രത്യേക ഗുണങ്ങളെപ്പറ്റി പറയുന്നു. സജ്ജനങ്ങൾ ആരാണ്? വിരക്തന്മാരാണ്. ഭൗതികമായ ആഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലാത്തവരാണ്. എല്ലാ ആഗ്രഹങ്ങളോടും വിമുഖത കാണിക്കുന്നവരാണ്. ആഗ്രഹിച്ചത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും സമചിത്തത നഷ്ടപ്പെടാത്തവരാണ്. ആസക്തിയില്ലാത്തവരാണ്. കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിച്ചവരാണ്. സംതൃപ്തരും ബ്രഹ്മത്തെപ്പറ്റി അറിയാൻ താല്പര്യം കാണിക്കുന്നവരുമാണ് സജ്ജനങ്ങൾ. സജ്ജനങ്ങൾക്ക് അനുയോജ്യമായ ആചാരങ്ങളിൽ മാത്രം താല്പര്യം പ്രകടിപ്പിക്കുന്നവരും യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗയോഗം പരിശീലിക്കുന്നവരും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവരും അങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങൾ. അവരുമായി ബന്ധപ്പെട്ടാൽ ഭഗവാന്റെ കഥകൾ ശ്രവിക്കാൻ പറ്റും. ഭഗവാന്റെ കഥ കേട്ടു തുടങ്ങിയാൽ സംതൃപ്തി ഉണ്ടാവും. ഭക്തി വർദ്ധിക്കും. ഭക്തി വർദ്ധിച്ചാൽ വിശേഷജ്ഞാനം ഉണ്ടാകും. വിശേഷജ്ഞാനിക്ക് മോക്ഷം സിദ്ധിക്കും. ഗുരുമുഖത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതിനെയാണ് വിജ്ഞാനമെന്ന് അഗസ്ത്യ മഹർഷി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് ശ്രീരാമേന്ദ്രസ്വാമിയെ ഗുരുവാക്കിക്കൊണ്ട് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്ന് മഹർഷി അപേക്ഷിച്ചു. ഭഗവാന്റെ ദർശനത്താൽ തൻ്റെ ജന്മം സഫലമായെന്നും താൻ ചെയ്ത യാഗങ്ങളുടെ ഫലം അനുഭവവേദ്യമായെന്നും തൻ്റെ കണ്ണുകൾക്ക് ഭഗവത് ദർശനത്താൽ സാഫല്യം ലഭിച്ചുവെന്നും അഗസ്ത്യമഹർഷി വ്യക്തമാക്കി. സീതയോടൊപ്പം ശ്രീരാമേന്ദ്രസ്വാമി എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അധിവസിക്കണമെന്നും അപേക്ഷിച്ചു. മാത്രമല്ല, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മാത്രമല്ല,
നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും എല്ലാ സമയത്തും എല്ലാ കാലത്തും അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കണമേ എന്ന് അപേക്ഷിച്ചു. ഇങ്ങനെ വിശദമായി അഗസ്ത്യ മഹർഷി ഭഗവാനെ സ്തുതിച്ചു. ദേവേന്ദ്രൻ അഗസ്ത്യ മഹർഷിക്ക് മുമ്പ് സമ്മാനിച്ച വില്ലും അമ്പുകളോടുകൂടിയ ആവനാഴിയും വാളും ശ്രീരാമന് സമ്മാനിച്ചിട്ട് ഇപ്രകാരം അഗസ്ത്യൻ പറഞ്ഞു: ഭൂമിദേവിക്ക് ഭാരമായ രാക്ഷസവംശത്തെ അങ്ങ് ഉടനെ നശിപ്പിക്കണേ. അതിനാണ് അങ്ങ് മായാദേവിയായ സീതയോടൊപ്പം മനുഷ്യനായി അവതരിച്ചത്. ഇവിടെ നിന്ന് 2 യോജന നടന്നോളൂ, അവിടെ പഞ്ചവടി എന്ന പുണ്യഭൂമിയിലെത്താം. അവിടെ ഗൗതമി നദിയുടെ തീരത്ത് ഒരാശ്രമം നിർമ്മിച്ച് സീതയോടുകൂടി കുറച്ചു കാലം താമസിച്ചു കൊള്ളുക. അവിടെ ദേവകാര്യം നിർവഹിക്കുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഉണ്ടാവും. അർദ്ധപൂർണമായ അഗസ്ത്യമഹർഷിയുടെ സുഭാഷിതം കേട്ട് ബാണജാപങ്ങൾ നിരത്തുവെച്ച് മഹർഷിയുടെ പാദങ്ങളിൽ ദണ്ഡനമസ്കാരം ചെയ്ത് മഹർഷിയുടെ അനുവാദത്തോടുകൂടി ജാനകി ലക്ഷ്മണിയെ സമേതനായി ഭഗവാൻ യാത്ര തുടർന്നു. പഞ്ചവടി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ വഴിമധ്യത്തിലായി പർവ്വതാകാരനായ ഒരു പക്ഷിയെ കണ്ടു. അത്ഭുതത്തോടുകൂടി ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു: മുനിമാരെ ഭക്ഷിക്കുന്ന രാക്ഷസനാണോ ഇവൻ? ഭയപ്പെടാതെ നീ വില്ലെടുക്ക്, ഞാൻ ഇവനെ ഉടനെ തന്നെ കൊന്നുകൊള്ളാം. ഭഗവാന്റെ വാക്കുകൾ ശ്രദ്ധിച്ച ജടായു ഭയപ്പെട്ടു. ശ്രീരാമനോട് ഇപ്രകാരം പറഞ്ഞു: വധ്യനല്ലഹം തവത. അതിന് വിശേഷിച്ചും ഞാൻ വധിക്കപ്പെടേണ്ടവനല്ല ഭഗവാനെ. അങ്ങയുടെ അച്ഛൻ്റെ ചെറുപ്പകാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഞാൻ. അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ ചെയ്യുന്നതാണ്. അങ്ങയാൽ വധിക്കപ്പെടേണ്ടവനാണ് രാവണൻ. അങ്ങയാൽ വധിക്കപ്പെടേണ്ടവനല്ല ഞാൻ. ഞാൻ അങ്ങയുടെ ഭക്തനായ ജടായുവാണ്. ജടായുവിൻ്റെ വാക്കുകൾ കേട്ട് അത്യന്ത സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു. താൻ താമസിക്കുന്നതിൻ്റെ അടുത്തു തന്നെ സങ്കടമില്ലാതെ താമസിച്ചുകൊള്ളൂ, രാമൻ ജടായുവിനെ ഉപദേശിച്ചു. ജടായുവിനെ തെറ്റിദ്ധരിച്ചതിൽ പശ്ചാത്തപിച്ചു, ഖേദം പ്രകടിപ്പിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട സേവകനായി തൻ്റെ അടുത്തു തന്നെ താമസിക്കുവാൻ ജടായുവിനെ ഉപദേശിച്ച് പഞ്ചവടി എന്ന സ്ഥലത്ത് ചെന്ന് ലക്ഷ്മണൻ മനോഹരമായ ഒരു പർണശാല നിർമ്മിച്ചു. സീതയും ലക്ഷ്മണനും എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന പർണശാല, രാമനും സീതയ്ക്കും ശയിക്കുവാൻ ഇലകളും പുഷ്പങ്ങളും യോജിപ്പിച്ച് നല്ലൊരു ശയ്യ പർണശാലയിൽ ലക്ഷ്മണൻ തയ്യാറാക്കി. ഉത്തമയായ ഗംഗാനദിക്ക് വടക്ക് ഭാഗത്താണ് പർണശാല. ഇവിടെ ഗംഗാനദി എന്ന് സൂചിപ്പിച്ചത് പുണ്യനദിയായ ഗൗതമിയാണ്. എല്ലാ നദികളുടെയും മാതാവാണ് ഗംഗാനദി. അതുകൊണ്ട് തന്നെ ഗൗതമി നദിയെയും ഗംഗയായി വിശേഷിപ്പിക്കുന്നു. അവിടെ പരിസരത്ത് ധാരാളം കദളിക്കുലകൾ, ചക്ക, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്ലാവുകൾ, മാങ്ങ, കുലയായി ധാരാളമുള്ള മാവുകൾ, മനുഷ്യവാസമില്ലാത്തത്, വന്യജീവികളുടെ ഉപദ്രവമില്ലാത്തത്, അങ്ങനെയുള്ള പഞ്ചവടിയെ പരിചയപ്പെടുത്തുന്നത് ശ്രീരാമൻ അയോധ്യയിൽ എങ്ങനെയാണോ ദാമ്പത്യ ജീവിതം നയിച്ചത് അതുപോലെ തന്നെയാണ് പഞ്ചവടിയിലും തൻ്റെ പത്നിയായ സീതയോടൊപ്പം ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ചത്. മഹർഷിമാർ സന്യാസ ജീവിതമല്ല നയിച്ചതെന്ന സൂചന ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അവർ വിവാഹിതരായിരുന്നു, കുടുംബജീവിതം നയിക്കുന്നവരായിരുന്നു, അതോടൊപ്പം ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായിരുന്നു. ശ്രീരാമൻ്റെ താപസ ജീവിതം, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സം ഇല്ലായിരുന്നു വേണം മനസ്സിലാക്കാൻ. എന്നാൽ ലക്ഷ്മണൻ അങ്ങനെ ആയിരുന്നില്ല, ബ്രഹ്മചാരിയായി തന്നെ ആയിരുന്നു ജീവിച്ചത്. ലക്ഷ്മണൻ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ശ്രീരാമനും സീതയ്ക്കും ശേഖരിച്ചു കൊണ്ട് കൊടുക്കും. ലക്ഷ്മണൻ ഉറങ്ങാതെ നിരാഹാരനായി വില്ലും അമ്പും ധരിച്ച് കർത്തവ്യബോധത്തോടെ പർണശാലയ്ക്ക് വെളിയിൽ കാവൽ നിൽക്കും. 3 പേരും പ്രഭാത സമയത്ത് സീതാദേവിയെ 2 പേരും മധ്യത്തിലാക്കി കുളിക്കുവാനായി ഗൗതമി നദിയിൽ പോവുക പതിവായിരുന്നു. സൂര്യദേവന് ജലം നൽകി തർപ്പണം നടത്തുമായിരുന്നു. പോരുന്ന വഴി കുടിക്കാനുള്ള വെള്ളം നദിയിൽ നിന്ന് ശേഖരിച്ച് ലക്ഷ്മണൻ കൊണ്ടുവരുമായിരുന്നു. സന്തോഷത്തോടെ അവർ അങ്ങനെ താമസിച്ചു. ആ സമയത്ത് ലക്ഷ്മണൻ ചില സംശയങ്ങളുമായി രാമനെ സമീപിച്ച ലക്ഷ്മണോപദേശം നമുക്ക് ഇനി കേൾക്കാം. എല്ലാവർക്കും രാമൻ്റെ വനജീവിതം നല്ല അറിവും മാർഗദർശിത്വവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം.